കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാടിൽ എം എൽ എ കെ പി മോഹന് നേരെ കയ്യേറ്റമെന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. എം എൽ എ കടന്നുപോയപ്പോഴായിരുന്നു കയ്യേറ്റം. ഷഹദ് റഹ്മാൻ വിവരങ്ങളും ചേർന്നു. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് അവിടെ ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു എം എൽ എ കെ പി മോഹനൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവിടെ ഒരു മാലിന്യ പ്രശ്നമുണ്ട്. ഡയാലിസിസ് സെന്റർ ഉണ്ട്. ആ ഡയാലിസിസ് സെന്ററിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു മാലിന്യ പ്രശ്നമുണ്ട്. അപ്പം ആ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു മിനിറ്റ് അതൊന്ന് കട്ട് ചെയ്ത് വിളിക്കാം. എന്തോ സൗണ്ടിൽ ചെറിയ പ്രശ്നം. ഓക്കെ, എന്തായാലും ഈ പ്രശ്നം കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാടിലാണ് സംഭവം. കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാടിലാണ് കെ പി മോഹന് നേരെ കയ്യേറ്റം ഉണ്ടായത്. മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. എം എൽ എ കടന്നുപോയപ്പോഴാണ് കയ്യേറ്റം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ വെച്ചിരുന്നു. ഷഹദ്, അവിടെ പ്രതിഷേധക്കാരുണ്ട്. അതിനിടയിലോട്ട് എം എൽ എ കയറിപ്പോണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഹാഷ്മി, അതായത് അവിടെ ചൊക്ലി കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അംഗനവാടി ഉദ്ഘാടനമാണ്. അപ്പം ഇതുവഴിയാണ് അങ്ങോട്ട് കടന്നു പോകേണ്ടത്. അപ്പം അങ്ങനെ ആ ഉദ്ഘാടനത്തിന്റെ സ്ഥലത്തേക്കാണ് ഈ എം എൽ എ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഈ പ്രതിഷേധക്കാർ അവിടെ ഈ ഫ്ലക്സും അതായത് ചെറിയ ചെറിയ പ്ലക്കാർഡുകൾ ഏന്തി കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും അവിടെയുള്ള പുരുഷന്മാരും എല്ലാവരും ചേർന്ന് അവിടെ ഈ പ്ലക്കാർഡുകളൊക്കെ ഏന്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അത് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്വകാര്യ ലാബ്, ആ ലാബുമായി ബന്ധപ്പെട്ട അവിടുത്തെ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രശ്നം ഇതിനോടകം തന്നെ അവിടെ വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രശ്നമാവുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ആരുടെ ഭാഗത്തു നിന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ നാട്ടുകാർ ഈ പ്ലക്കാർഡുകൾ ഏന്തി അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രതിഷേധക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് എം എൽ എ അതിന്റെ ഇടയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ നാട്ടുകാർ മുദ്രാവാക്യം വിളിക്കുന്നതിനൊപ്പം തന്നെ ഈ കെ പി മോഹനൻ, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, കെ പി മോഹനൻ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ പിന്നെ കണ്ടോളാം എന്ന് തിരിച്ചും പറയുന്നുണ്ട്. അതാണ് ഈ നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. അങ്ങനെ പോകാൻ വരട്ടെ, അങ്ങനെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ നാട്ടുകാരെ തടയുകയായിരുന്നു. ആ ഘട്ടത്തിൽ സ്ത്രീകളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ ചേർന്ന് ഈ എം എൽ എയെ തടയുകയും പിന്നെ അതിന് കയ്യേറ്റത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. എന്നാൽ പിന്നീട് എം എൽ എ ഈ കെട്ടിടത്തിന് മുകളിൽ കയറി എന്ന് പറയുന്നുണ്ട്, അവിടെ നിന്നാൽ മതി, കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്ന് കേൾക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്നുള്ള ഒരു പ്രകോപനം എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ പ്രകോപനമാണ് അവരെ എം എൽ എ അവിടെ പിടിച്ചു നിർത്താൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് പിന്നീട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. സുഖകരമായ ഒന്നല്ല അത്, പക്ഷെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. ആ കയ്യാങ്കളിയിലോട്ട് പോകാതിരിക്കാമായിരുന്നു ഷഹദ്, അല്ലേ? തീർച്ചയായിട്ടും കയ്യാങ്കളിയിലേക്ക് പോകാതെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടി കയ്യേറ്റം എന്നുള്ള വാർത്തയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.